PSC ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. വീണ്ടും കുറച്ച് ഇടവേളകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ LP-UP സമയത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനു മുൻപ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, പഠിക്കാനിരുന്നത് കാരണമാണ്. തുടർന്ന് ഇൻ്റർവ്യൂവിന് ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാം. അതിൽ ഒരുപാട് പേര് 14 മാർക്ക് തന്നെ ലഭിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഒപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ LP-UP ലിസ്റ്റിൻ്റെ അവസ്ഥയാണ്. വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു നിയമനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ച ഒരു കാര്യമാണ്, നമുക്ക് പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് നോട്ടുകളും ഗൈഡുകളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് പോലും എനിക്ക് വീണ്ടും പഠിക്കാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അത്രയും മെല്ലെ പോക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇരിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്ന് നമുക്കറിയാം ഏതൊക്കെ പുസ്തകങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കറിയാം. പിന്നീട് നമ്മൾ ഏത് പുസ്തകം ഇനി ഫോളോ ചെയ്യണം. പുതിയതായിട്ട് എല്ലാ ടെക്സ്റ്റുകളും മാറി. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ടെക്സ്റ്റുകളൊന്നും തന്നെയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് മാറി ചിന്തിക്കുമ്പോൾ വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോണിലിരുന്ന് വായിക്കുക, അതാണ് കഴിഞ്ഞ വർഷം ഒരുപാട് ചെയ്തത്. അത് കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ തന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചു. പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രിൻ്റ് എടുക്കണം. 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റുകൾ പ്രിൻ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് നോക്കിയപ്പോഴായിട്ട് ഒരു നല്ല ഗൈഡ് ഏതായിരിക്കും ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി എന്ന് വിചാരിച്ച് തപ്പിയപ്പോഴാണ് ഞാൻ ഒരുപാട് ലൈബ്രറി പുസ്തകശാലകളിൽ പോയി, ബുക്ക് ഷോപ്പുകളിൽ പോയി. അവിടെ പോയി ഓരോ പുസ്തകങ്ങളും ഞാൻ നോക്കാനായിട്ട് ഓരോന്നും എടുത്ത് മറിച്ച് നോക്കിയിട്ട് തന്നെയാണ് പുസ്തകം വാങ്ങാനായിട്ട് നിന്നത്. അപ്പോൾ അവിടെ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും നോട്ട്സ് എല്ലാം അടങ്ങിയിട്ടൊരു പുസ്തകം കിട്ടിയില്ല. അതിൽ ആകെ കണ്ടെത്തിയത് ഈ ഒരു അറിവിടം എന്ന് പറഞ്ഞിട്ടുള്ള ടാലൻറ്റിൻ്റെ ഒരു പുസ്തകമാണ്. അതല്ലാതെ എല്ലാ പുസ്തകങ്ങളും സെപ്പറേറ്റ് ആണ്. അത് മാത്രമല്ല ഭയങ്കര റേറ്റാണ്, നമുക്ക് താങ്ങാവുന്നതിലധികമാണ് റേറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് വൈസ്, അതുപോലെ നമ്മളൊരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെല്ലാ കണ്ടൻറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയൊരു പുസ്തകമാണ് അറിവിടം. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഓൺലൈൻ വഴിയാണ്. കാരണം വളരെയധികം ഡിസ്കൗണ്ടിൽ നമുക്ക് ഓൺലൈനിൽ അറിവിടം കിട്ടും. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ, ബുക്ക് ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അവിടെ അധികവും പ്രിൻ്റഡ് റേറ്റ് ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല പുസ്തകങ്ങൾക്ക്. അപ്പോൾ അവസാനം ഞാനത് വിചാരിച്ചു ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈൻ വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളത് കഴിഞ്ഞിട്ട് ഷോപ്പിലും ഒന്ന് പോയി നോക്കി നോക്കുക, ഏതാണ് വില കുറവ് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ വീണ്ടും പഠിച്ചു തുടങ്ങി. അപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, കണ്ടൻറ്റ് കറക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ SCERT ടെക്സ്റ്റാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അത് ഹൈസ്കൂളിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. കാരണം UP നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഹൈസ്കൂളിൽ ആ ടെക്സ്റ്റിലെ എല്ലാ മെയിൻ പോയിൻറ്റ്സും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് പോയത് പ്രോബ്ലംസ് അധികം ചെയ്യാതെ എന്നാണ്. അതും ഫിസിക്സ് കെമിസ്ട്രി പോർഷൻസിലൊക്കെ പ്രോബ്ലംസ് വരെ ഇതിൽ കറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, 5 മുതൽ 10 വരെയുള്ളത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് അറിവിടത്തിലൂടെയാണ്. മറ്റൊന്ന്,
കഴിഞ്ഞ വട്ടം ഈ പറഞ്ഞ പോലെ പല പുസ്തകങ്ങളായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഓരോന്നിനും ഓരോ ടെക്സ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ച സ്കൂൾ ടൈം ലക്ഷ്യയുടെ കുറച്ച് പുസ്തകങ്ങളാണ് വാങ്ങിച്ചത്. അത് എല്ലാ ടെക്സ്റ്റിൻ്റെയും വാങ്ങിച്ചില്ല, പക്ഷെ അത് വാങ്ങിച്ചതിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം അത് അത്യാവശ്യം നല്ല പുസ്തകമായിരുന്നു. അതിനേക്കാളേറെ കണ്ടൻറ്റ് ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റാണെങ്കിൽ പോലും നമ്മൾക്കത് പഠിക്കുമ്പോൾ ഞാൻ എന്നിട്ട് ടെക്സ്റ്റും കൂടി വെച്ച് ഇല്ലാത്ത പോയിൻറ്റ്സ് അതിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഇതിൽ അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ടായില്ല. എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നതിലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഓരോ ചാപ്റ്ററിന് ശേഷവുമുണ്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. മറ്റൊന്ന് ടീച്ചേഴ്സ് ടെക്സ്റ്റ്, അതായത് ഹാൻഡ് ബുക്കിൽ മെയിൻ കണ്ടൻ്റ് എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള പോയിൻറ്റ്സ്. വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാനിപ്പോൾ വീണ്ടും പഠിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും നമുക്ക് പഠിക്കാൻ തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്കൊക്കെ നിരത്തി വെച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എൻ്റേതായിട്ട് കഴിഞ്ഞ വർഷത്തെ നമ്മൾ എഴുതിയ റിട്ടൺ ഒരു നോട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പഠിക്കാനായിട്ട് ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ്, പുസ്തകങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടേ കളയുള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഉപകാരമായി സത്യം പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നോട്ട്സുകളൊക്കെ തന്നെ കളയാതെ വെച്ചിട്ടുണ്ട്. എല്ലാം നോട്ട്സിൽ എഴുതിയിട്ടാണ് അധികം പഠിച്ചത്. അത് കുറേ അതിന് ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ വേണ്ട. ഇത് ഒരു റിവ്യൂ പോലെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് കണ്ടപ്പോൾ നിങ്ങളെ കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.